ഇപ്പം വരുന്ന ട്രാൻസ്ഫർ റൂമറുകളൊക്കെ കേൾക്കുമ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ പിടിവലി നടക്കാൻ പോകുന്നത് ബോൺമുത്തിൻ്റെ അൺടുവാൻ സെമന്യോ എന്ന് പറയുന്ന പ്ലെയറിന് വേണ്ടി ആയിരിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു അൺടുവാൻ സെമന്യോ എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്ലെയർ ശരിക്കും പുള്ളി ആംബി പെഡലാണ്. അതായത് പുള്ളി 2 ഫുട്ടും ഒരേപോലെ 2 ഫുട്ട് വെച്ച് ഒരേപോലെ ഏബിളായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അപ്പം 2 ഫുട്ടും ഈക്വലി ഏബിൾ അപ്പോൾ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും ഈക്വലി ഏബിൾ ആകുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു പ്ലെയറിന് പല പൊസിഷൻസിൽ അറ്റാക്കിങ്ങിൽ പല പൊസിഷൻസിൽ കളിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് പല ടീമുകളെ സംബന്ധിച്ചും ഒരു അട്രാക്റ്റിംഗ് പ്രൊപ്പസിഷനാണ്. അപ്പം പലർക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആംബി പെഡലായിട്ടുള്ള 2 ഫുട്ടും ഒരേപോലെ വർക്ക് ആകുന്ന ആ 2 ഫുട്ടും ഒരേപോലെ ഏബിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് പല ടീമുകളുടെയും ഡ്രീമാണ്. അപ്പം ഈ ഒരു സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഇതുവരെ 11 മത്സരം കളിച്ച സെമന്യോ പുള്ളി 6 ഗോളുകളും 3 അസിസ്റ്റും ഒക്കെ നേടി നല്ല തീപ്പൊരി ഫോമിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ സെമന്യോയുടെ ഗോൾസിനെയൊക്കെ ശ്രദ്ധിച്ചാൽ പുള്ളി സ്കോർ ചെയ്തിരിക്കുന്ന ഗോൾസ് കൂടുതലും കൗണ്ടർ അറ്റാക്കിംഗ് സമയത്താണ് പുള്ളി കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൻ്റെ നമ്മൾ പ്രീമിയർ ലീഗ് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഗോളുകൾ സ്കോർ ചെയ്ത മനുഷ്യൻ എന്ന് പറയുന്നത് സെമന്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കെതിരെയുള്ള ആക്ഷേപം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ കളിക്കുമ്പം പുള്ളിയുടെ മുട്ടിടിക്കും, അല്ലെങ്കിൽ പുള്ളി ആ സമയങ്ങളിൽ പുള്ളി ഗോളുകൾ സ്കോർ ചെയ്യുന്നില്ല, അത് പുള്ളിയുടെ വീക്ക്നെസ് ആണെന്ന് പലരും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഫുള്ളാമിനെതിരെ ഈ സീസണിൽ പുള്ളി സ്കോർ ചെയ്ത ഗോളുകളൊക്കെ ശ്രദ്ധിച്ചാൽ പുള്ളി ആ സമയങ്ങളിൽ ഫുള്ളാം ഇതുപോലെ ലോ ബ്ലോക്ക് കളിച്ച ഫുള്ളാമിനെതിരെ പുള്ളി പ്ലെയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്ലെയേഴ്സിനെയൊക്കെ ഡ്രാഗ് ചെയ്ത് സ്പേസ് കണ്ടെത്തിയൊക്കെ പോയി ഗോളുകൾ സ്കോർ ചെയ്യുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു സൈഡ് എന്താണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല എന്ന് പലരും എഴുതി തള്ളുന്നുണ്ട്. പക്ഷെ അതല്ല റിയാലിറ്റി. അപ്പോൾ ഈ ഒരു സെമന്യോയുടെ കാര്യത്തിൽ ഈ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഭയങ്കരമായിട്ട് ജനറേറ്റ് ആകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ പുതിയ കോൺട്രാക്റ്റാണ്. ബോൺമുത്തിൽ പുള്ളി ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ പുള്ളി സൈൻ ചെയ്ത പുതിയ കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് അനുസരിച്ച് പുള്ളിയുടെ പഴയ സാലറി ആയിട്ടുള്ള 50K പൗണ്ട്സ് പെർ വീക്കൊക്കെ ഇമ്പ്രൂവ് ആയി 75K പൗണ്ട്സ് പെർ വീക്ക് എന്നൊക്കെ പറയുന്ന സാലറിയിലോട്ട് ആ ഒരു ഇൻക്രിമെൻ്റ് പുള്ളിക്ക് കിട്ടി. അതുമാത്രമല്ല പുള്ളിയുടെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് എന്ന് പറയുന്ന ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു റിലീസ് ക്ലോസ് അനുസരിച്ച് ഈ വരാൻ പോകുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുള്ളിയെ 65 മില്യൺ പൗണ്ട്സ് കൊടുത്താൽ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്യാൻ പറ്റും. 65 മില്യൺ പൗണ്ട്സിൻ്റെ ക്ലോസ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രിഗർ ചെയ്യാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 65 മില്യൺ പൗണ്ട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 60 മില്യൺ എന്ന് പറയുന്ന 60 മില്യൺ പൗണ്ട്സിൻ്റെ ഫിക്സഡ് ഫീ പ്ലസ് 5 മില്യൺ ആഡോൺസ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും പുള്ളിയുടെ റിലീസ് ക്ലോസ്. അപ്പോൾ ഈ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്ത് സെമന്യോ പോണക്ക് മാരക ഫോമിൽ നിൽക്കുന്ന പ്ലെയറിനെ സൈൻ ചെയ്യാൻ വമ്പൻ ടീമുകൾ എന്തായാലും ശ്രമിക്കും. അപ്പം അങ്ങനെ കുറച്ച് ടീമുകൾ ക്യൂവിൽ നിൽപ്പുണ്ട് സെമന്യോയെ സൈൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി ഇങ്ങനത്തെ ടീമുകളൊക്കെ സെമന്യോയുടെ പുറകെയുണ്ട്. കൂടെ ടോട്ടൻഹാമുണ്ട്. അപ്പം ഈ മാഞ്ചസ്റ്റർ സിറ്റിയും യുണൈറ്റഡും ലിവർപൂളിനെതിരെ മത്സരിച്ച് ടോട്ടൻഹാമിന് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഏതായാലും ഇല്ല. ടോട്ടൻഹാമിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ റൈറ്റ് സൈഡ് മുഹമ്മദ് കുഡൂസ് വന്നിട്ട് റൈറ്റ് സൈഡിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. പക്ഷേ ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇപ്പോഴും വീക്കറാണ്. അപ്പോൾ അതിനെ പരിഹരിക്കാനാണ് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ, സെമന്യോ പോണക്കത്തെ ഒരു പ്ലെയറിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ടോട്ടൻഹാമിന് ഒരു ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ടോട്ടൻഹാമിനെ ഈ ഒരു റേസിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റുകയാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു പ്ലെയറിൻ്റെ പുറകെ നടന്നതാണ്. പക്ഷേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ആസ്കിങ് പ്രൈസ് 70 മില്യൺ പൗണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എംബ്യൂമോയ്ക്ക് വേണ്ടി പോയി എംബ്യൂമോയെ സൈൻ ചെയ്തു. എംബ്യൂമോ ഇവിടെ ഹിറ്റായി മാറുകയും ചെയ്തു. പക്ഷേ സ്റ്റിൽ സെമന്യോ എന്ന് പറയുന്ന പ്ലെയറിന് ഇവിടെ വേക്കൻസി ഉണ്ട്. അപ്പം നമ്മൾ ഫബ്രീസിയോ റൊമാനോടെയൊക്കെ
റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റിൽ മാർക്കറ്റിൽ ആ ഒരു അറ്റാക്കിംഗ് പ്ലെയറിന് വേണ്ടി ട്രൈ ചെയ്യും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നാണ് ഫബ്രീസിയോ റൊമാനോ പറയുന്നത്. ആ ഒരു നമ്പർ 10 ഹൈലി ഇലക്ട്രിക് സ്കിൽഫുൾ ഒക്കെ ആയിട്ടുള്ള ആ ഒരു നമ്പർ 10 റോളിൽ കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറിന് വേണ്ടി എന്താണ് യുണൈറ്റഡ് ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ പ്രയോറിറ്റി അതാണെന്ന് ഫബ്രീസിയോ റൊമാനോ പറയുന്നുണ്ട്. എനിക്കൊരിക്കലും തോന്നുന്നില്ല യുണൈറ്റഡ് ഒരു വിങ് ബാക്ക് റോളിലായിരിക്കും സെമന്യോ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം പലരുടെയും റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് എംബ്യൂമോ അതുപോലെ തന്നെ നമ്മുടെ അമാദൊക്കെ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അറ്റാക്കിൽ നമുക്ക് പ്ലെയേഴ്സിനെ വേണം. അപ്പം സെമന്യോയെ നേരെ പിടിച്ച് ആ ഒരു റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മത്തേസ് കുണിയ ഇപ്പോൾ സെസ്കോ ഇല്ലാത്തപ്പോൾ മത്തേസ് കുണിയ വേണമെങ്കിൽ ആ ഒരു ഫോൾസ് 9 റോളിലൊക്കെ മത്തേസ് കുണിയെ നമുക്ക് പുഷ് ചെയ്യാം, മൗണ്ടിനെയും കളിപ്പിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസിന് വേണ്ടിയാണ് യുണൈറ്റഡ് സെമന്യോയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് എന്നാണ് പല ജേർണലിസ്റ്റുകളും പറയപ്പെടുന്നത്. ഇപ്പം യുണൈറ്റഡിനെയും സെമന്യോയും തമ്മിൽ കൂടുതൽ കണക്ട് ചെയ്യുന്ന ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ബെൻ ജേക്കബ്സ് ആണ്. അപ്പോൾ ബെൻ ജേക്കബ്സിൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അത് മാത്രമല്ല, ബെൻ ജേക്കബ്സ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിൻ്റെ കാര്യത്തിൽ യുണൈറ്റഡ് ഒരു പ്രശ്നമില്ല, ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സെമന്യോയെ സൈൻ ചെയ്യണമെങ്കിൽ യുണൈറ്റഡിനെ സൈൻ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ജേർണലിസ്റ്റുകളൊന്നും ഇതിനോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ യുണൈറ്റഡിനെ ആ രീതിയിൽ കാര്യമായിട്ട് ഈ റേസിലോട്ട് പുഷ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഡേവിഡ് ഓൺസ്റ്റീനും ഫബ്രീസിയോ റൊമാനോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഭയങ്കര കുറവാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു മിഡ്ഫീൽഡ് നമ്മുടെ ഭയങ്കര മോശമായി കിടക്കുന്ന ആ ഒരു മിഡ്ഫീൽഡിൽ നല്ല ഒരു മിഡ്ഫീൽഡറിനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കി അറ്റാക്കിംഗ് ഓപ്ഷൻസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബ്രൂണോയെ പിടിച്ചും ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് മിഡ്ഫീൽഡാണ് നമ്മുടെ പ്രശ്നം. പ്രോപ്പർ ഒരു മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അതായിരിക്കണം പ്രയോറിറ്റി. അപ്പോൾ അതിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കി അറ്റാക്കിലെ പരിപാടികളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു മിഡ്ഫീൽഡറും സെമന്യോയും എല്ലാം കൂടെ വരും എന്നുള്ള വ്യാമോഹം ഒന്നും എനിക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ മാർക്ക് ഗഹിയൊക്കെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മഗ്വയറിൻ്റെ ഡീൽ ഇതുവരെയായിട്ടും കാര്യമായിട്ട് ആ ഒരു മഗ്വയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ്സുകളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് ഗഹി പോണക്കത്തെ കണ്ടൻറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലെയേഴ്സിന് വേണ്ടി യുണൈറ്റഡ് ട്രൈ ചെയ്യും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്കില്ല. എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് മിഡ്ഫീൽഡറാണ്. മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യണമെങ്കിലും ഈ ബലേബ അല്ലെങ്കിൽ വാർട്ടൺ, എലിയട്ട് ആൻഡേഴ്സൺ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ ഒന്നും ജനുവരിയിൽ കിട്ടത്തില്ല. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന വൂൾസിൻ്റെ ജാവോ ഗോമസ് ആണ്. ജാവോ ഗോമസിനെയും അവർ വിട്ടു തരും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അവരുടെ പുതിയ കോച്ച് റോബ് എഡ്വാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോച്ചിനൊക്കെ അവർ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഒന്നാമത് വൂൾസ് ഇപ്പം റെലിഗേഷൻ ബാറ്റിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പോയിന്റ്സ് ടേബിളിൽ ഏറ്റവും താഴെ കിടക്കുന്ന 11 മത്സരം കഴിഞ്ഞിട്ട് ഒരു മത്സരം പോലും ജയിക്കാതെ കിടക്കുന്ന വൂൾസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറിനെ അവർ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡ് ആരെങ്കിലും സൈൻ ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഭയങ്കര കുറവാണ്. കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ബാക്കി സെമന്യോയുടെ കേസിൽ ബാക്കി സിറ്റിയുടെ കാര്യം, സിറ്റിയുമായിട്ടുള്ള ലിങ്ക്സും ഭയങ്കര സ്ട്രോങ്ങറാണ്. അപ്പോൾ സിറ്റിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ അവർക്കൊരു പ്രോപ്പർ റൈറ്റ് വിങ്ങർ റിയാദ് മെഹ്റസ് അല്ലെങ്കിൽ റഹീം സ്റ്റേർലിംഗ്, ലീറോയ് സാനയൊക്കെ പോയതിന് ശേഷം അവർക്കൊരു പ്രോപ്പർ റൈറ്റ് വിങ്ങർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഫിസിക്കാലിറ്റിയും ആ ഒരു ബുള്ളിനെ പോലെ ആക്ട് ചെയ്യുന്ന, അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഡോക്കുവിനെ പോലെ ലെഫ്റ്റ് സൈഡിൽ അവർക്ക് വേണ്ടി കളിക്കുന്ന ഡോക്കുവിൻ്റെ അതേ ഫോട്ടോ കോപ്പി അങ്ങനത്തെ ഒരു മനുഷ്യൻ റൈറ്റ് സൈഡിലില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നികത്താൻ പെപ്പിൻ്റെ ടീം ശ്രമിക്കും എന്ന് കേൾക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് സെമന്യോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഗ്രോത്തിനും ശരിക്കും പറഞ്ഞാൽ സിറ്റിയിലോട്ട് പോവുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് പുള്ളിയെ സംബന്ധിച്ച്. നമുക്കറിയാം ഡോക്കു എങ്ങനെയാണ് ഇവിടെ വന്നത്, പുള്ളി ഇപ്പം ഏത് രീതിയിലുള്ള പ്ലെയറായിട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോ ബ്ലോക്കിനെതിരെ കളിക്കുന്ന പുള്ളിയുടെ വീക്ക്നെസ്സിനെയൊക്കെ മാറ്റിയെടുക്കാൻ പെപ്പിന് എന്താണേലും പറ്റും.
അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയർ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോഴത്തേനും സിറ്റി എന്താണേലും പുറകെ പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു 3 ടീമുകളിൽ സെമന്യോയെ സൈൻ ചെയ്യാൻ ഏറ്റവും ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ്സ് എന്ന് കണക്കാക്കപ്പെടുന്ന ടീം ലിവർപൂളാണ്. അപ്പം ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഫബ്രീസിയോ റൊമാനോ അതുപോലെ തന്നെ ഡേവിഡ് ഓൺസ്റ്റീൻ ഇവരൊക്കെ 2 പേരും ഈ സെമന്യോയെ കൂടുതലായിട്ട് ലിങ്ക് ചെയ്യുന്നത് ലിവർപൂളിനോടാണ്. അപ്പം ലിവർപൂളിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഫബ്രീസിയോ റൊമാനോയും ഡേവിഡ് ഓൺസ്റ്റീനും ഒരേപോലെ സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ശരിക്കും ബോൺമുത്തിൻ്റെ പഴയ സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കണക്ഷൻ ഉണ്ട്, പ്ലെയറുമായിട്ടും ക്ലബ്ബുമായിട്ടും ഒക്കെ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയും ലിവർപൂളിലും ഈ ബോൺമുത്തും തമ്മിലാണെങ്കിലും പല ഡീൽസുകൾ നടക്കുന്നു. കേർക്കസിൻ്റെ ഡീലൊക്കെ കഴിഞ്ഞ സീസണിൽ നടന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ലിവർപൂളിനാണ് കൂടുതലും ചാൻസ്, ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാനുള്ള ചാൻസ് ലിവർപൂളിനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ലിവർപൂളിൻ്റെ ഫ്രണ്ട് 3 അല്ലെങ്കിൽ ലിവർപൂൾ കൊണ്ടുവന്ന പുതിയ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഫ്ലോറിയാൻ വിറ്റ്സ് ആയാലും അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്ക് ആണെങ്കിലും എക്കിറ്റിക്ക ആണെങ്കിലും അവരുടെ ഒരു കാലിബറിനനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പഴയ പടക്കുതിരകൾ ഗാക്പോ ആയാലും മുഹമ്മദ് സലാഹൊക്കെ ആണെങ്കിലും ഫോം ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർപൂളിന് ഒരു ഗോൾ സ്കോറർ വേണം. അപ്പം ഇങ്ങനെ ഫോമിൽ കളിക്കുന്ന സെമന്യോയെ അവർ ടാർഗറ്റ് ചെയ്തിരിക്കും. അത് മാത്രമല്ല സെമന്യോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സെമന്യോയുടെ ഏറ്റവും ഫേവറബിൾ പൊസിഷൻ ഇപ്പം പല പൊസിഷനിൽ ഇപ്പം നമ്പർ 10 ആയിട്ടോ റൈറ്റ് സൈഡ് ഇൻറ്റീരിയർ ആയിട്ടോ ലെഫ്റ്റ് സൈഡ് ഇൻറ്റീരിയർ ആയിട്ടോ ലെഫ്റ്റ് വിങ്ങർ ആയിട്ടോ റൈറ്റ് വിങ്ങർ ആയിട്ടോ ഒക്കെ കളിക്കാൻ പറ്റുന്ന സെമന്യോയുടെ ഫേവററ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് സലാ കളിക്കുന്ന ആ ഒരു റൈറ്റ് വിങ് പൊസിഷനാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് സലായുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് പുള്ളിക്ക് ജോയിൻ ചെയ്യാം. സലാ ശരിക്കും പറഞ്ഞാൽ പുള്ളി മിക്കവാറും ഈ സീസണോടെ ലിവർപൂളിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സലായെ റീപ്ലേസ് ചെയ്ത് ലിവർപൂളിൽ ആ ഒരു പൊസിഷൻ കിട്ടുക എന്ന് പറയുന്ന ആ ഒരു ക്ലാരിറ്റിയും ലിവർപൂളിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സെമന്യോയെ സംബന്ധിച്ചും നല്ലൊരു ഓപ്ഷനാണ് ലിവർപൂളിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പം ഇങ്ങനത്തെ റിപ്പോർട്ട്സും ഒക്കെ അനുസരിച്ച് എനിക്ക് കൂടുതലും സെമന്യോ ലിവർപൂളിലോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ലിവർപൂളിൻ്റെ കാര്യത്തിൽ പലരും പറയുന്ന കാര്യം ലിവർപൂൾ കഴിഞ്ഞ സീസണിൽ ഇപ്പം ഈ ഒരു സീസണിൻ്റെ മുന്നേ അവർ 400 മില്യന് മുകളിൽ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ 450 മില്യനോളം സ്പെൻഡ് ചെയ്തു. പിന്നെ എങ്ങനെ ഇവർക്ക് പിന്നെയും ജനുവരിയിൽ പോയിട്ട് 65 മില്യൺ പൊട്ടിക്കാൻ പറ്റും എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ട്രാൻസ്ഫർ വിൻഡോയുടെ കഴിഞ്ഞ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ലാസ്റ്റ് ദിവസം മാർക്ക് ഗഹിക്ക് വേണ്ടി പോയ ടീമാണ് ലിവർപൂൾ. അപ്പോൾ അത് മാത്രമല്ല ലിവർപൂള് പ്ലേയേഴ്സിനെ ബൈ മാത്രമല്ല അവർ വിൽക്കുകയും ചെയ്യുന്നുണ്ട്, അവർ പ്ലേയേഴ്സിനെ സെല്ലും ചെയ്യുന്നുണ്ട്. സെല്ല് ചെയ്ത് 250 മില്യൺ പൗണ്ട്സിന് മുകളിൽ അവർ നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാശുണ്ട്, സ്പെൻഡ് ചെയ്യാൻ കാശുണ്ട്. അവർക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിനെ എന്താണെങ്കിലും മേടിച്ച് എടുക്കാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലും എനിക്ക് ഈ ഒരു റിപ്പോർട്ടൊക്കെ അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ലിവർപൂളിലോട്ടായിരിക്കും സെമന്യോ പോകാനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ബാക്കി യുണൈറ്റഡും സിറ്റിയും ഒക്കെ ആ ഒരു ടഫ് കോമ്പറ്റീഷൻ നടത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക.